ഉച്ചപ്പോയി നിവേദ്യ സമയത്ത് നിവേദ്യമൊക്കെ വെച്ച് ഞാനിങ്ങനെ നിവേദിച്ച് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു എലി കയറി വന്നു. ശ്രീകോവിലിൻ്റെ അകത്ത് ഒരിക്കലും ഒരു എലി കയറാൻ പാടില്ല. കാരണം ഈ 60-70 ഡിഗ്രി ചൂടുള്ളിടത്ത് ഈ ഒരുവിധ പ്രാണികളും അതിൻ്റെ അകത്തേക്ക് വരില്ല. അപ്പം ഞാൻ ഈ നിവേദ്യത്തിൽ തൊട്ടായിരുന്നു നിവേദ്യ അശുദ്ധം. നിവേദ്യ അശുദ്ധമായി ഇതൊക്കെ ആദ്യം ഇനി ഉണ്ടാക്കണം. കൈകൊണ്ട് ഇങ്ങനെ നിലത്തടിച്ചു അത് പോകാൻ വേണ്ടിയിട്ട് 2 അടി അടിച്ചപ്പോൾ തങ്ങൾ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വീണ്ടും വന്ന് അവിടെ ഇരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് വന്നിട്ട് അത്ഭുതം പോലെ അതിങ്ങനെ ഭഗവാനെ തൊഴുതുകൊണ്ട് കഴിഞ്ഞിരിക്കും. അവിടെ മുഴുവൻ നോക്കിയതാണ്. ഈ എലി പോയ സ്ഥലത്തൊക്കെ നോക്കിയതാണ്. നമ്മൾ രാവിലെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭഗവാൻ നോക്കും, അദ്ദേഹത്തിൻ്റെ കാര്യം നമ്മൾ നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഗുരുവായൂരപ്പനോട് എങ്ങനെയാണ് അടുക്കേണ്ടത്? കാരണം അങ്ങനെ ഏത് ഭാവത്തിൽ നമ്മൾ ആരാധിക്കണം ആ ഭാവത്തിൽ ഗുരുവായൂരമ്പലത്തിൽ കൊടിമരത്തിൻ്റെ അവിടെ നിന്നാലും കോമ്പൗണ്ടിൻ്റെ അകത്ത് എവിടെ നിന്നാലും നമ്മൾ ക്ഷേത്രത്തിൽ അങ്ങോട്ട് പോയി ദർശിക്കണം. ഇത് ഗോപുരത്തിനകത്ത് കിടന്നാൽ തന്നെ ഭഗവാൻ ഇങ്ങോട്ടും ദർശിക്കണം. സൗദി അറേബ്യയിൽ ജയിലിൽ കിടക്കുന്ന ഒരാൾ, വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന ഒരാളാണ് ഗുരുവായൂരപ്പൻ. അയാളെയും വെറുതെ വിട്ട് നാട്ടിൽ കൊണ്ടുവന്നു. ഇപ്പോൾ അയാൾ എന്നേക്കാൾ വലിയ ഗുരുവായൂരപ്പൻ ഭക്തനാണ്. ഗുരുവായൂരപ്പൻ്റെ മേശാന്തി എന്തു പറയുന്നതോ അത് ഗുരുവായൂരപ്പൻ നാവിലൂടെ മേശാന്തിൻ്റെ നാവിലൂടെ പറയുന്നത്. അപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ അവിടുത്തെ ഒരു ചിട്ടവട്ടങ്ങൾക്ക്, അവിടുത്തെ ശുദ്ധാശുദ്ധങ്ങൾക്ക് എതിരായിട്ട് എന്ത് കണ്ടാലും കാവൽക്കാരൊക്കെ കൂടി അവരെ തടഞ്ഞു നിർത്തി നോക്കിയപ്പോൾ ഒരാൾ ജോസഫാണ്, ഒരാൾ ജോർജാണ്, ഒരാൾ പോളാണ്. ഇവരെല്ലാവരും ഗ്രൂപ്പൊക്കെ ക്രിസ്ത്യാനികളാണ്. അപ്പോൾ വീണ്ടും ഞാൻ കുളിച്ചു വന്ന് ഒരെണ്ണം പകരത്തിൽ സ്റ്റോക്കിൽ നിന്ന് കയ്യിൽ വെച്ച് അവിടെ വെച്ച് 10 തികച്ചു വെച്ചു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ബോധമുണ്ട്. എങ്കിലും അത് മറച്ചുകൊണ്ട് ഒരു ചെറിയ കളവായിട്ട് പോയത് കിട്ടിയിട്ടോ, എണ്ണം 10 എന്ന് പറഞ്ഞു. ഒതുക്കാനൊക്കെ വന്ന് നോക്കിയപ്പോൾ 10 അവരും സന്തോഷമായി. പോയ സാധനം കിട്ടി. സത്യത്തിൽ കിട്ടിയിട്ടില്ല എന്ന് എൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് വേദനയുണ്ട്. അങ്ങനെ ആകെ സങ്കടമായി. അപ്പോൾ ഗുരുവായൂരപ്പനോട് അപ്പോൾ അങ്ങനെ വളരെ സങ്കടമായിട്ട് പറഞ്ഞു, എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുത്, അത് തരണം. അത് കഴിഞ്ഞ് ഉച്ചപൂജ സമയമായി. ഉച്ചപൂജയാണ് നിവേദ്യത്തിൻ്റെ സമയം. ഉച്ചപൂജ നിവേദ്യ സമയത്ത് നിവേദ്യമൊക്കെ വെച്ച് ഞാനിങ്ങനെ നിവേദിച്ച് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു എലി കയറി വന്നു. ശ്രീകോവിലിൻ്റെ അകത്ത് ഒരിക്കലും ഒരു എലി കയറാൻ പാടില്ല. കാരണം ഈ 60-70 ഡിഗ്രി ചൂടുള്ളിടത്ത് ഈ ഒരുവിധ പ്രാണികളും അതിൻ്റെ അകത്തേക്ക് വരില്ല. അത്ര ചൂടാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ ഒരിക്കലും അതിൻ്റെ അകത്തൊന്നും ഒരു എലി കയറാനുള്ള യാതൊരുവിധ സാധ്യതയും ഇല്ല. ഇനി ഈ മുമ്പ് നിന്ന് ഇത്രയൊക്കെ വൈലൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ വരാൻ. അവിടെ ഓവ് കൂടെയും കൂടി വരാൻ പറ്റില്ല. കാരണം ഓവ് ഇങ്ങനെ വളരെ താണിട്ടാണ്. അപ്പോൾ ഒരുപാട് മനുഷ്യരുമാണ്. അതെ, സ്ട്രെയിറ്റ് ഓവാണെങ്കിൽ അത് കൂടെ കയറി വരാം. അവിടെ ഓവും കൂടിയും താണുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഓവ് കൂടെയും കൂടി കയറാൻ പറ്റില്ല. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ നടയിലൊന്നും എലികളൊന്നും അങ്ങനെ കയറാൻ സാധ്യതയില്ല. പക്ഷേ ഒരു എലി വന്നു. അപ്പോൾ പൂജ ചെയ്യണോ, അതിൻ്റെ ഇവിടെ സോപാന പടിയുണ്ട്. ആ പടിയുടെ മുകളിൽ കയറി നിന്നു. അപ്പം ഞാൻ ഈ നിവേദ്യത്തിൽ തൊട്ടായിരുന്നു നിവേദ്യ അശുദ്ധം. നിവേദ്യ അശുദ്ധമായി ഇതൊക്കെ ആദ്യം ഇനി ഉണ്ടാക്കണം. അപ്പോൾ ഈ സമയം വൈകും. അപ്പോൾ അതുകൊണ്ട് തൊടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഇതുപോലെ ഇങ്ങനെ അടിച്ചു, കൈകൊണ്ട് ഇങ്ങനെ നിലത്തടിച്ചു അത് പോകാൻ വേണ്ടിയിട്ട് 2 അടി അടിച്ചപ്പോൾ തങ്ങൾ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വീണ്ടും വന്ന് അവിടെ ഇരുന്നു. അപ്പോഴും ഞാൻ വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് വന്നിട്ട് ഇങ്ങനെ ഒരു അത്ഭുതം പോലെ അതിങ്ങനെ ഭഗവാനെ തൊഴുതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ആ ഫ്രണ്ടിലെ 2 കയ്യൊക്കെ അതിനെ തൊഴുതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണോ. അപ്പോൾ അത്ഭുതമായിട്ട് അപ്പോൾ എനിക്ക് അതിലൊരു രസമായിട്ട് തോന്നി, ഒരു കൗതുകം തോന്നി. ഗുരുവായൂരപ്പനെ തൊഴുതുകിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ആ ആസനമൊക്കെ താഴത്ത് വെച്ച് ഇങ്ങനെ മുമ്പിൽ 2 കയ്യും ഇങ്ങനെ തൊഴുതുകൊണ്ട് അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അപ്പം ഞാൻ പിന്നെ അതിനെ ആട്ടാൻ പോയില്ല. എന്നാൽ ഇതിനെ എങ്ങനെയെങ്കിലും ഒരു പാത്രത്തിൽ ഒറ്റയെടുത്തിട്ട് പുറത്തേക്ക് ആക്കാം എന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റപ്പോൾ അതങ്ങനെ പോയി. അപ്പോൾ ഞാൻ അതിനെ പിടിക്കാനായിട്ട് ഇങ്ങനെ പിന്നാലെ പോയി അതൊരു പോയിന്റിൽ അവിടെ ചെന്നിട്ട് അതുപോലെ തൊഴുതിങ്ങനെ നിന്നു. ഞാൻ അവിടേക്ക് ചെന്നു. എൻ്റെ ഈ ഗോപി അവിടെ ഇരിക്കണം, എലിയുടെ അടുത്തിരിക്കും. അവിടെ മുഴുവൻ നോക്കിയതാണ്. ഈ എലി പോയ സ്ഥലത്തൊക്കെ നോക്കിയതാണ് നമ്മൾ രാവിലെ. അവിടെയൊന്നും കാണാത്ത സാധനം ഈ സാധനം അവിടെ ഇരിക്കണം. ഭഗവാൻ അത് എലിയായിട്ട് വന്ന് നമ്മളെ കാണിച്ചു തന്നു. ആ സാധനം കിട്ടി, നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സാധനം കിട്ടി. അപ്പം എനിക്ക് നുണ പറയേണ്ടി വന്നില്ല. പക്ഷെ അതൊരു അത്ഭുതമാണ്. ഇങ്ങനെ പല തരത്തിൽ അനവധി, ഒന്നൊന്നുമില്ല, പറയാൻ പറ്റാത്തത്ര അനവധി അനുഭവങ്ങൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. ഒന്നാമത് ഒരു തപസ്സായിട്ട് അവിടെ നിൽക്കുകയാണ്. 6 മാസക്കാലമാണ് അവിടുത്തെ മേൽശാന്തിപദം. ഈ 6 മാസക്കാലവും വേറെ
ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഈ ഗുരുവായൂരപ്പൻ മാത്രമായിട്ട് തന്നെയാണ്. അതായത് ഇപ്പോൾ ഭക്ഷണത്തിൽ ക്രമീകരണം, ചായ കാപ്പി ഒന്നും കുടിക്കില്ല. ഈ ഗുരുവായൂരപ്പന് നിവേദിച്ച ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട്, അല്ലാതെ മറ്റ് ഇപ്പോൾ ഉപ്പേരി പപ്പടം ഒന്നുമില്ല. ഒരു ഗുരുവായൂരപ്പൻ എന്തൊക്കെ നിവേദിക്കണോ അതൊക്കെ കഴിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. പിന്നെ ഉറക്കം വളരെ കുറവ്. രാവിലെ 2 മണിക്ക് എഴുന്നേറ്റാൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഉറങ്ങാൻ പറ്റില്ല. 2 മണിയൊക്കെ ആകുമ്പോൾ ഊണ് കഴിഞ്ഞാൽ 2 മണിക്കൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചാൽ ഭക്തജനങ്ങളുണ്ടാവും, അപ്പോഴും കിടക്കാൻ പറ്റില്ല. 3:30 വീണ്ടും കുളിക്കണം, രാത്രി 10 മണി വരെ. അപ്പോൾ എല്ലാ ദിവസവും 2-2.5 മണിക്കൂർ മാക്സിമം ഉറക്കം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഭക്ഷണം ത്യജിക്കണു, മറ്റേ ഉറക്കം ത്യജിക്കണു. പിന്നെ മറ്റ് ആക്ടിവിറ്റീസൊന്നും പാടില്ല. പുസ്തകം വായിക്കില്ല, പേപ്പർ വായിക്കില്ല, റേഡിയോ ഇല്ല, ടി വി ഇല്ല, ഫോണില്ല, മൊബൈലില്ല, ഗുരുവായൂരപ്പൻ മാത്രം ഒന്നുമല്ല. ഈ 24 മണിക്കൂർ ഈ സംസാരവും ഒക്കെ ഈ ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങൾ മാത്രം. ജപം കഴിഞ്ഞ് സംസാരിക്കണം വെച്ചാലും ഭഗവാന്റെ കാര്യങ്ങൾ, അല്ലാണ്ട് വേറൊന്നും സംസാരിക്കുന്നില്ല. അപ്പം അങ്ങനെ ഡെഡിക്കേഷനായിട്ട് ഭഗവാന്റെ കാര്യം മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഒരു ആത്മീയ ശക്തിയും കൂടുതലുണ്ടാവും. അപ്പോൾ അതൊരു വലിയ പവറാണ്. അതുകൊണ്ട് ആ ഗുരുവായൂരപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ അവിടെ വളരെ ബുദ്ധിമുട്ടാണ്, ചൂട്, ഇതൊക്കെ ഈ 2 ദിവസമേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടൈം കഴിയുന്നത് ഒരു തലവേദന പോലും അവിടെ വരില്ല. ഒരു വിഷയവും വരില്ല, ഒരു പനി പോലും. പനി വരില്ല, തലവേദന വരില്ല, അസിഡിറ്റി വരില്ല. അസിഡിറ്റിയാണ് ഏറ്റവും കൂടുതൽ വരാവുന്നത്. കാരണം ഒന്നും കഴിക്കുന്നില്ല, ഒരു തുള്ളി വെള്ളം പോലും ഉള്ളിലേക്ക് ചെല്ലുന്നില്ല, ശരീരത്തിൽ ഉള്ള ജലാംശം വേർപ്പായിട്ട് വറ്റിപ്പോണു. അപ്പോൾ തൊണ്ടയൊക്കെ വരണ്ട്, ഉച്ചപൂജയൊക്കെ ആകുമ്പോഴേക്കും തൊണ്ടയൊക്കെ വരണ്ട്, ആകെ വയറൊക്കെ സ്തംഭിച്ച് പിന്നീട് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ വരാൻ വേണമെങ്കിൽ ഒന്നും വരില്ല, ഒരസുഖമില്ല. ഭഗവാൻ നോക്കും, നമ്മുടെ കാര്യങ്ങളൊക്കെ ഭഗവാൻ നോക്കും, അദ്ദേഹത്തിൻ്റെ കാര്യം നമ്മൾ നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് മറ്റെന്തെങ്കിലും ഒരു അനുഭവകഥ? പിന്നെ ഇങ്ങനെ ധാരാളം അനുഭവങ്ങളുണ്ട്. ഈ ഭക്തജനങ്ങളില്ലേ, ഭക്തജനങ്ങളായിട്ട് വരുന്ന ആളുകൾ, ഭക്തജനങ്ങളായിട്ട് വരുന്നതിന് ധാരാളം അനുഭവങ്ങളുണ്ട്, അനവധി അനുഭവങ്ങൾ. ഇപ്പോഴും ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ മേൽശാന്തിയായി ചെല്ലുന്ന സമയത്ത് ചുറ്റും കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ ഓരോരുത്തരെയായിട്ട് അവിടുന്ന് ദേവസ്വം ഒഴിപ്പിച്ച് അമ്പലം വലുതാക്കാൻ വേണ്ടി ഇങ്ങനെ ഒഴിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരണം. അപ്പോൾ ഇതിൽ അങ്ങനെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഇടയിൽ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന് അവർ അവിടുന്ന് ഒഴിയാൻ കുറച്ച് തയ്യാറല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ പക്ഷേ ദേവസ്വം അവരെ നിർബന്ധമായിട്ട് ഒഴിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നു. മേൽശാന്തിയോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഇന്നൊന്ന് രക്ഷപ്പെടുത്തി തരണം. അപ്പോൾ ഈ നിയമപരമായിട്ടത് നമുക്കെന്താ ചെയ്യാൻ പറ്റുക? കാരണമൊക്കെ ഗുരുവായൂരപ്പൻ തീരുമാനിക്കാണല്ലോ. ചുറ്റുമുള്ളവരെയൊക്കെ ഒഴിപ്പിച്ച ഒരാളെ മാത്രം ഒഴിപ്പിക്കാതിരിക്കാൻ പറ്റും. അങ്ങനെ ഒരു അവിടുത്തെ ഏറ്റവും വിശേഷമായിട്ടുള്ളൊരു ഇതാണ് നാരായണാലയം എന്ന് പറഞ്ഞാൽ ആഞ്ഞൻ തിരുമേനിയുടെ ഒരു കെട്ടിടം. അവിടെ വലിയ വലിയ ഗുരുവായൂരപ്പൻ്റെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം. എന്നും നാമം ജപവും, എന്നും കുട്ടികൾക്ക് കദളിപ്പഴം കൊടുക്കലും ഒക്കെ ആയിട്ട് ഭഗവാന്റെ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലം. അതുപോലും പൊളിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഗുരുവായൂരപ്പനോട് പറഞ്ഞു, ഞാനിങ്ങനെ അവരോട് വാക്ക് കൊടുത്തു, എനിക്കൊന്ന് എന്നെ സഹായിക്കണം. അപ്പോൾ അവർ കേസിന് പോയി, ആദ്യം കേസിന് പോയി തോറ്റു. അപ്പോഴാണ് വന്നത്. ഒരു ഹൈക്കോടതിയിലൊക്കെ പോയിട്ട് പിന്നെ ഗുരുവായൂരപ്പനോട് പറഞ്ഞ് ഗുരുവായൂരപ്പൻ അവരെ മേൽശാന്തിയുടെ വാക്ക് നിലനിർത്താമെന്ന് വിചാരിച്ചു. അവർക്ക് ഗുരുവായൂരപ്പൻ കോടതി സ്റ്റേ കൊടുത്തു. സുപ്രീം കോടതിയിൽ അവിടേക്ക് പോയി അവർ സ്റ്റേ കൊടുത്തു. ഇന്നും പൊളിച്ചിട്ടില്ല. വർഷങ്ങൾ 18-19 അത് മാത്രമായിട്ട് പൊളിച്ചിട്ടില്ല. ബാക്കിയെല്ലാം പൊളിച്ചു. അങ്ങനെ ഒരു ഫേവർ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി മേൽശാന്തിയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫേവർ ഗുരുവായൂരപ്പൻ എനിക്ക് തന്നു. എൻ്റെ വാക്ക് അവിടെ നിലനിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഗുരുവായൂരപ്പനോട് എങ്ങനെയാണ് അടുക്കേണ്ടത്? കാരണം ഓരോ ദേവതകൾക്കും വ്യത്യസ്ത രീതിയിലാണ് ഉപാസനയാണെങ്കിലും മറ്റു കാര്യങ്ങളും വരുന്നത്. ഗുരുവായൂരപ്പനോട് നമ്മൾ എങ്ങനെയാണ്? ഗുരുവായൂരപ്പനോടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പൻ എല്ലാ ഭാവത്തിലും വരും. അവിടെ കണ്ണനായിട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ സഹോദരനായിട്ട് കാണാം. സ്ത്രീകൾക്ക് കാമുകനാവാം, സ്ത്രീകൾക്ക് ഭർത്താവാം, മകനാവാം. അങ്ങനെ ഏത് ഭാവത്തിൽ നമ്മൾ ആരാധിക്കണോ ആ ഭാവത്തിൽ വരും എന്നുള്ളതാണ് ഗുരുവായൂരപ്പൻ്റെ പ്രത്യേകത. മറ്റു ദേവതകൾക്കൊക്കെ അവർക്കൊരു സ്വരൂപമുണ്ട്, ആ സ്വരൂപത്തിൽ നമ്മൾ ചെന്ന് ആശ്രയിക്കണം. ഇത് നമ്മുടെ സ്വരൂപത്തിലേക്ക് കണ്ണൻ ഇങ്ങോട്ട് വരും, അതാണ് എൻ്റെ അതുകൊണ്ടാണ് അവിടെ പല അനുഭവങ്ങളും ആൾക്കാർക്ക് വരുന്നതിൻ്റെ കാരണം അതാണ്. ഒന്നാമത് കണ്ണൻ ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഈ പൂജ സമയത്ത് പിടിച്ച് ഇരുത്തണം, ബാക്കിയുള്ള സമയത്തൊക്കെ കറങ്ങി നടക്കും.
പൂജാ സമയത്ത് മാത്രമേ അവിടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഭക്തജനങ്ങളുടെ ഇടയിലാണ്, എല്ലായിടത്തും ഉണ്ടാവും. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങളൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അതിനായിട്ട് തൊഴണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടാവും, പക്ഷെ തൊഴാൻ സാധിക്കണില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ ചീട്ടുമായിട്ടൊക്കെ വരും നിങ്ങളുടെ അടുത്തേക്ക്. അത് ഒരുപാട് ചില അമ്മമാര്, വയസ്സായ അമ്മമാരൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, ഞാൻ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ തിക്കും തിരക്കുമായിട്ട് എനിക്ക് എങ്ങോട്ട് പോകണം എന്ന് അറിയാൻ നിൽക്കുമ്പോൾ ഒരു കുഞ്ഞു വന്നിട്ട് കൊണ്ടുപോയി ഫ്രണ്ടിൽ നിന്ന് തൊഴിൽപ്പിച്ചിട്ട് പിന്നെ ആ കുഞ്ഞിനെ കാണാൻ. അങ്ങനെയൊക്കെ ധാരാളം വരും. അതുപോലെ അയ്യോ ഞാൻ തൊഴുതു പായസം കിട്ടിയില്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു വന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ പായസം വേണോ ചോദിച്ചു കൊണ്ട് കൊടുക്കണോ, അയാൾക്കറിയോ ഇവർക്ക് പായസം വേണോ അങ്ങനെ ഉണ്ടോ അത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഗുരുവായൂരപ്പനൊക്കെ എല്ലാ ഭക്തജനങ്ങളെയും വാച്ച് ചെയ്താൽ, അതുകൊണ്ടാണ് ഗുരുവായൂരം പടത്തിന് കൊടിമരത്തിൻ്റെ അവിടെ നിന്നാലും കോമ്പൗണ്ടിൻ്റെ അകത്ത് എവിടെ നിന്നാലും കാണാൻ കണ്ടോളും. നമ്മൾ നേരെ മുമ്പിൽ പോയി തൊഴണമെന്നില്ല. എനിക്കൊന്നു ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് ദേവൻ നമ്മളെ ദർശിക്കുമ്പോഴാണ് അതൊരു ദർശനമാകുന്നത്. ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു ദർശനം. അത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്ന് ദർശിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ക്ഷേത്രത്തിൽ അങ്ങോട്ട് പോയി ദർശിക്കണം. ഇത് ഗോപുരത്തിനകത്ത് കിടന്നാൽ തന്നെ ഭഗവാൻ ഇങ്ങോട്ട് വന്ന് ദർശിക്കണം. അതാണ് വ്യത്യാസം. പിന്നീട് അങ്ങേ അത്ഭുതപ്പെടുത്തി ആരോടും ഇതുവരെ പറഞ്ഞിട്ടാത്ത അങ്ങനെ എന്തെങ്കിലും അവിടുത്തെ അനുഭവങ്ങളാണ്. അനുഭവങ്ങൾ പലതുണ്ട്. അതൊക്കെ ഈ വ്യക്തികളുമായി ബന്ധപ്പെടുന്നതുകൊണ്ട് എനിക്കത് പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. പക്ഷെ അതൊന്നും പുറത്ത് പറഞ്ഞാൽ വ്യക്തികളെ ബാധിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അങ്ങനെ പലതും പറയാത്ത അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ സൗദി അറേബ്യയിൽ ജയിലിൽ കിടക്കുന്ന ഒരാൾ, അപ്പോൾ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ശാന്തിക്കാലത്ത് വന്ന് ഗുരുവായൂരപ്പൻ അയാളെയും വെറുതെ വിട്ട് നാട്ടിൽ കൊണ്ടുവന്ന് ഇപ്പോൾ അയാൾ എന്നേക്കാൾ വലിയ ഗുരുവായൂർ ഭക്തനാണ്. ഒരു അബദ്ധത്തിൽ പറ്റ വലിയ പൊസിഷനിൽ ഇരുന്നിരുന്ന ആളാണ്, ചെറിയ ഒരാളല്ല, വലിയ പൊസിഷനിൽ ഇരുന്ന ആളാണ്. അവിടെ എന്തോ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്തോ വന്നിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് അവസാനം അത് കേസാവുകയും കുറേ കാലം ജയിലിൽ 8-9 മാസം ജയിലിൽ കിടക്കുകയും പിന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അങ്ങനെ മരണം ഉറപ്പായി കാത്തു കിടന്നിരുന്നതാണ്. അവരുടെ ഫാമിലിയൊക്കെ എൻ്റെ അടുത്ത് വന്ന് ഞാനവിടെ ശാന്തിയുള്ള സമയത്ത് വന്ന് അന്ന് ഞാൻ അവരോട് ചില വഴിപാടുകൾ നിർദ്ദേശിക്കുകയും അതൊക്കെ കൃത്യമായിട്ട് കഴിക്കുകയും ഞാൻ എന്നും ഗുരുവായൂരപ്പനോട് പറയുകയും ഒക്കെ ചെയ്ത് ഏകദേശം ഒരു 2-2.5 മാസം ഗുരുവായൂരപ്പനോട് പറഞ്ഞപ്പോൾ പുറത്തു വിട്ടു. എൻ്റെ ഇത് കഴിയുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം വന്നു, ഗുരുവായൂർ തൊഴാൻ വന്നു. അങ്ങനെയൊക്കെ പലതും ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. പലതും ചെയ്തു കൊടുക്കണം എന്ന് വിചാരിച്ചാൽ ഗുരുവായൂരപ്പൻ സപ്പോർട്ടായിട്ട് നിന്നുണ്ട്. അതുകൂടി ഉണ്ടല്ലോ, നമ്മൾ ചെയ്യാം. ഗുരുവായൂരപ്പനും കൂടെ സമ്മതിക്കണം. ഗുരുവായൂരപ്പൻ സമ്മതിക്കണം, അല്ലാണ്ട് ഒന്നും പറ്റില്ല. അത് നമ്മൾ ആദ്യം ചോദിക്കും. നമ്മൾ ഗുരുവായൂരപ്പനോട് ചോദിക്കും ഇതിൽ ഇടപെടണോ. ഒരു ഭക്തൻ വന്ന് നമ്മളൊരു പ്രയാസം പറഞ്ഞാൽ ഇടപെടേണ്ടതെന്ന് അന്നത്തെ പൂജയിൽ ഗുരുവായൂരപ്പനോട് ചോദിച്ച് അനുവാദമില്ലെങ്കിൽ ചെയ്യില്ല. ഇത് നമ്മളിപ്പോൾ ജ്യോതിഷം അല്ലെങ്കിൽ അങ്ങനെയാണോ അതോ നമുക്കൊരു ഇൻഡ്യൂഷനായിട്ട്? ജ്യോതിഷമൊന്നും അവിടെ വില പോവില്ല ഗുരുവായൂരപ്പൻ്റെ അടുത്ത്. ചില ആളുകൾ പറയും രാശി നോക്കിയിട്ട് നമ്മൾ പറയും, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും ഗുരുവായൂരപ്പൻ്റെ അടുത്ത് അതൊന്നും ആവശ്യമില്ല. മേൽശാന്തി, ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി എന്ത് പറയുന്നതോ അത് ഗുരുവായൂരപ്പൻ നാവിലൂടെ, മേൽശാന്തിയുടെ നാവിലൂടെ പറയുന്നതാണ്. അതിന് ജ്യോതിഷത്തിൻ്റെ ഒന്നും ഒട്ടും ആവശ്യമില്ല. ജ്യോതിഷത്തിൻ്റെ ഒന്നും കാര്യമില്ല അവിടെ. ജ്യോതിഷത്തിനൊന്നും ഒരു സമയവും അവിടെ. അതൊന്നും ചിന്തിക്കാൻ തന്നെ സമയമില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് ഒരു 2 മാസം മുമ്പ് വലിയ രീതിയിൽ വിവാദമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ റീൽസ് ചിത്രീകരിച്ചതുമായി. ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടി റീൽസ് ചിത്രീകരിക്കുകയും പിന്നീട് ഗുരുവായൂർ മുഴുവൻ ശുദ്ധികലശം നടത്തുന്നത്, അങ്ങനെ ഒരു കുറേ രീതിയിൽ കുറച്ച് പേര് ദൈവത്തെ തൊടിയിൽ തീണ്ടിയിൽ അങ്ങനെ പറഞ്ഞ് ഇപ്പോഴും മനുഷ്യരെ അങ്ങനെ മാറ്റി നിർത്തുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിനപ്പുറത്തേക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളുടെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? ശുദ്ധികലശം നടത്തേണ്ടി വന്നതിൻ്റെ ശുദ്ധികലശം നടത്തുക എന്ന് പറഞ്ഞാൽ അതിന് ഈ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, കണ്ടത് അശുദ്ധി, കേട്ടത് പെല. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഉറ്റവർ മരിച്ചു, നമ്മളൊരു അമ്പലത്തിൽ നിന്ന് തൊഴുന്ന സമയത്താണ് അവിടെ മരിക്കണത്. പക്ഷെ നമ്മളറിയുന്നില്ല മരിച്ചുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോയി. പുറത്തിറങ്ങി വന്നാൽ നമ്മൾ മരണം കേട്ടു. അതുകൊണ്ട് നമ്മൾ ആ മരിച്ച സമയത്ത് അകത്തായിരുന്നു എന്നുള്ളതിന് പരിഹാരമൊന്നും പ്രത്യേകം വേണ്ട, കാരണം നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ കേട്ടതാണ് പെല. അതുപോലെ കണ്ടതാണ് അശുദ്ധി. ഇപ്പോൾ ഭഗവാന് നിവേദിക്കാനായിട്ട് നമ്മൾ കദളിപ്പഴം കൊണ്ടുവയ്ക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് കദളിപ്പഴം കൊണ്ടുവച്ചു, വെള്ളം തളിച്ചു, നമ്മളെടുത്ത് നിവേദിക്കണം. ഇത് ഒരു മത്സ്യത്തിൻ്റെ പൊതിയിലാണ് പൊതിഞ്ഞിട്ട് ഒന്നിച്ച് അല്ലെങ്കിൽ മാംസ പൊതിയുടെ കൂടെയാണ് കൊണ്ടുവന്നതെങ്കിൽ അത് ആക്ച്വലി നിവേദിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ കാണാത്തത്
നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കണ്ടാൽ ഉടനെ അശുദ്ധി കൽപ്പിക്കണം. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ അവിടുത്തെ ഒരു ചിട്ടവട്ടങ്ങൾക്ക്, അവിടുത്തെ ശുദ്ധാശുദ്ധങ്ങൾക്ക് എതിരായിട്ട് എന്ത് കണ്ടാലും അപ്പോൾ നമുക്ക് ശുദ്ധി കലശം നടത്തണം. ശുദ്ധി ചെയ്തേ മതിയാവും. അറിയാണ്ട് ഒരുപാട് ചെയ്യണ്ടാവും. അതിനൊരു ചെറിയ ഉദാഹരണം, എൻ്റെ ശാന്തിക്കാലത്ത് തന്നെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഭയങ്കര തിരക്കാകുമ്പോൾ നേരെ മുമ്പിൽ ചെല്ലുമ്പോൾ ഇവിടുത്തെ കാവൽക്കാർ മാറുമോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, അവരെ മാറ്റിക്കൊണ്ടിരിക്കുമല്ലോ, അങ്ങനെ വരുന്നവരെ മുഴുവൻ ഇങ്ങനെ. അപ്പോൾ ഒരു ഭക്തൻ മറ്റേ തൊഴുമ്പോൾ പോക്കറ്റിൽ നിന്ന്, അപ്പോൾ മാറുമെന്ന് പറയണ്ട, ഒരു മിനിറ്റ് പൈസ എടുക്കട്ടെ എന്നിട്ട് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് നടക്കിൽ വെക്കാൻ വേണ്ടി പോക്കറ്റ് ഡബിൾ ഷർട്ട് ഇങ്ങനെ തോളത്തിട്ടുണ്ട്, പോക്കറ്റ് നോക്കിയോ പൈസ ഇല്ല. അപ്പോൾ ഉടനെ അയാൾ വിളിച്ചു പറഞ്ഞു, ജോർജ് ആ പൈസ ഒന്ന് എടുക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ജോർജ് എന്ന് കേട്ടോട് കൂടിയിട്ട് ക്രിസ്ത്യാനി കയറാൻ പാടില്ല അമ്പലത്തിൽ, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലല്ലോ അമ്പലത്തിൽ. അപ്പോൾ ഇവർ കാവൽക്കാരൊക്കെ കൂടി അവരെ തടഞ്ഞു നിർത്തി നോക്കിയപ്പോൾ ഒരാൾ ജോസഫാണ്, ഒരാൾ ജോർജാണ്, ഒരാൾ പോളാണ്, ഇയാൾ അഗഷ്ണ എന്നതാണ്. ഇവരെല്ലാവരും ഗ്രൂപ്പൊക്കെ ക്രിസ്ത്യാനികളാണ്. പക്ഷെ അവർക്ക് ഭയങ്കര വിശ്വാസമായിട്ടാണ് അവർ നമ്മളെ ഇതിനെ നശിപ്പിക്കാൻ വന്നതല്ല, ഒരു ഭക്തിയോട് കൂടിയിട്ട് വന്നതാണ്. അവർ കാണിക്കിടാൻ വേണ്ടിയിട്ടാണ് അറിയാണ്ട് ഗുരുവായൂരനെ അവരെ കൊണ്ട് പേര് വിളിപ്പിച്ചത്. പക്ഷെ അത് അശുദ്ധിയാണെന്ന് അറിഞ്ഞതോടുകൂടി അമ്പലം സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ശുദ്ധി നടത്തിയിട്ടാണ് ചെയ്യണം. ഗുരുവായൂർ അങ്ങനെ ഒരു മാറ്റം വരണമെന്ന് അങ്ങ് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട്? അതായത് ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ട് ഇപ്പം അന്യ മതത്തിൽപ്പെട്ട ആളുകൾ, ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ അവര് ഗുരുവായൂരപ്പനെ അത്രയും ഇഷ്ടപ്പെട്ടിട്ടാണ് കാണാൻ വേണ്ടി വരുന്നത്. അപ്പം അങ്ങനെയുള്ള മനുഷ്യരെ കൂടെ ക്ഷേത്രത്തിൽ കയറ്റുന്നതിൽ ഒരു മാറ്റം. അല്ലാതെ നമുക്ക് അങ്ങനെ ആചാരങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ, നിയമങ്ങളാണല്ലോ. ക്ഷേത്രത്തിൻ്റെ ഒരു നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റില്ല.